ഡിസംബർ 4 തൃക്കാർത്തികയാണ്. അതിവിശിഷ്ടമായ ഈ പുണ്യദിനത്തെക്കുറിച്ച് അറിയാതെ പോകരുത്. പാലാഴി മദനത്തിൽ സർവാലങ്കാര വിഭൂഷിതയായി മഹാലക്ഷ്മി വരണമാല്യവുമായി ഉയർന്നു വന്ന് വിഷ്ണു ഭഗവാന് ചാർത്തിയ പുണ്യദിനമാണ് തൃക്കാർത്തിക. കൂടാതെ ആദിയും അന്തവുമില്ലാത്ത പരാശക്തി, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ അമ്മ മഹാലക്ഷ്മി രൂപമെടുത്ത ദിവസമായും പറയപ്പെടുന്നുണ്ട്. ഭഗവാൻ സുബ്രഹ്മണ്യൻ ശരവണ പൊയ്കയിൽ അവതരിച്ച ദിവസമായും ത്രിപുര നിഗ്രഹം നടത്തിയ ശിവഭഗവാനെ പാർവതീദേവി ദീപം കൊളുത്തി എതിരേറ്റ ദിനമായും ഐതിഹ്യമുണ്ട്. അതിനാൽ സുബ്രഹ്മണ്യ പ്രീതിക്കും ശിവപാർവതി പൂജയ്ക്കും ഈ ദിനം ഉത്തമമാണ്. കാർത്യായനി ദേവിയുടെ തിരുനാൾ കൂടിയാണ്. കാർത്തിക നക്ഷത്രം വരുന്നത് ബുധനാഴ്ച, ഡിസംബർ 3 ബുധനാഴ്ച സന്ധ്യയ്ക്കുള്ളത് കാർത്തിക നക്ഷത്രമാണ്. ഉദയത്തിൽ കാർത്തികയുള്ളതും പൗർണമിയും കൂടി ഒരുമിച്ച് വരുന്നത് ഡിസംബർ 4 വ്യാഴാഴ്ചയാണ്. ആയതിനാൽ കേരളത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നത് ഡിസംബർ 4 വ്യാഴാഴ്ച സന്ധ്യയ്ക്കാണ്. എന്നാൽ തമിഴ്നാട്ടിലാകട്ടെ കാർത്തിക നക്ഷത്രം തുടക്കം വരുന്ന ദിനമാണ് തൃക്കാർത്തിക വിളക്ക് തെളിയിക്കുന്നത്. അത് ഡിസംബർ 3 ബുധനാഴ്ച സന്ധ്യയ്ക്കാണ്. ആയതിനാലാണ് ഇങ്ങനെയൊരു സംശയത്തിനിട വന്നത്. കേരളത്തിൽ ലളിതമായ ദേവീപ്രീതി നേടാനുള്ള മാർഗമാണ് തൃക്കാർത്തിക ദിവസം സന്ധ്യയ്ക്കും വീട്ടിലും പരിസരത്തും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിലവിളക്കിലോ മൺചിരാതിലോ നല്ലെണ്ണ ഒഴിച്ചാണ് ദീപം തെളിയിക്കേണ്ടത്. നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. നിലവിളക്ക് ഒഴികെ കത്തിക്കുന്ന മൺചിരാതുകളുടെ എണ്ണം ഒറ്റസംഖ്യ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിർബന്ധമായും ഒരു വിളക്ക് തെളിയിക്കണം. നിലവിളക്ക് തെളിയിച്ചതിനു ശേഷം മാത്രമേ മറ്റു വിളക്കുകൾ തെളിയിക്കാൻ പാടുള്ളൂ. അലങ്കാര വിളക്കുകൾ തെളിയിക്കുമ്പോൾ വിളക്ക് തിരി വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ കിണറുണ്ടെങ്കിൽ, കിണറുള്ളവരാണെങ്കിൽ അതിനു ചുറ്റും 4 ദിക്കുകളിലായിട്ട് വിളക്കുകൾ തെളിയിക്കുന്നത് വളരെ നല്ലതാണ്.